അടുത്ത എക്സ്പ്രഷൻ നമസ്കാരം. അപ്പൊ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കൊറിയൻ എക്സ്പ്രഷൻസ് നോക്കാം. ഇത് ആദ്യത്തെ എക്സ്പ്രഷൻ നമസ്കാരം ആയിക്കോട്ടെ അല്ലേ. അപ്പൊ നമസ്കാരം കൊറിയനിൽ പറയുമ്പോൾ അന്യോഹസേയോ, ഈ ഹെഡ് മൂവ്മെന്റ് വളരെ പ്രധാനമാണ്. അല്ലാത്ത സമയത്ത് അന്യോങ് അന്യോങ് അങ്ങനെയാണ് കാഷ്വൽ ആയിട്ട് ഇത് പറയാം. ഇനി നമ്മൾ ഒരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്, ആ സ്ഥലത്ത് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക? അന്യോങ്ങി ഖാസേയോ ഖ ഥ ടു ഗോ. അപ്പൊ അത് ചേർത്തിട്ടാണ് അന്യോങ്ങി ഖാസേയോ എന്ന് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. താങ്ക് യു എങ്ങനെയാ പറയാന്ന് അറിയായിരിക്കുമല്ലോ അല്ലെ. ഖംസാമിദ. അപ്പോൾ ഈ ഖംസാമിദ എന്നുള്ള പ്രയോഗം ആക്ച്വലി ഒരു ഫോർമൽ വേ ഓഫ് താങ്കിങ് പീപ്പിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സിനോട് എങ്ങനെയാ പറയാ? കുമാവോ കുമാവോ. ഇപ്പം നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ച ഒരു ടീച്ചറെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് കാണുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കൊറിയനിൽ അവരോട് സംസാരിക്കുക? ഒത്തൊക്കെ ജിനെയോ, എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും കാലം? ഒത്തൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നുള്ളതിനുള്ള വാക്കാണ്. ജിനെയോ എങ്ങനെ ലീവ്, ജിനെയോ എങ്ങനെ ഉണ്ടായിരുന്നു, എങ്ങനെ ജീവിച്ചു, അങ്ങനത്തെ ഒരു പ്രയോഗമാണത്. ഒത്തൊക്കെ ജിനെയോ. ഫ്രണ്ട്സിനെയാണ് കാണുന്നതെങ്കിൽ ഈ യു എന്നുള്ള എക്സ്പ്രഷൻ അവിടെ നിന്ന് മാറ്റുക. അപ്പോൾ എങ്ങനെ ചോദിക്കും? ഒത്തൊക്കെ ജിനേ അർത്ഥം. അപ്പോൾ ചാൽ ജിനെയോ, നല്ലതായിരുന്നു, എൻ്റെ ലൈഫ് നല്ല രീതിയിൽ പോയിരുന്നു എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ചാൽ ജിനെയോ. കണ്ടതിൽ വളരെ സന്തോഷം. അതെങ്ങനെ പറയും? മനസ്സോ ഭംഗപോയോ, അല്ലെങ്കിൽ മനസ്സോ ഭംഗപോയോ അങ്ങനെ പറയാം. കുറെ നാളായാലും കണ്ടിട്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കൊറിയനിൽ ചോദിക്കുക? ഊഴൻമാനിയേയോ. ഊഴൻ എന്ന് പറഞ്ഞാൽ കുറെ, മാനിയേയോ കുറെ നാളായി എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ഊഴൻമാനിയേയോ. ഇപ്പൊ ഞാനിപ്പോ ഈ വീഡിയോ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ എന്താ പറയാ? തൂമന്നായോ തൂമന്നായോ, വീണ്ടും കാണാം. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറേ തെറ്റൊക്കെ ചെയ്തു, അത് മിസ്റ്റേക്സ് ഒക്കെ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ അങ്ങനത്തെ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടു. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഞാൻ നിങ്ങളോട് എങ്ങനെ സോറി പറയാം? ചേസോങ്ങമിതാ ചേസോങ്ങമിതാ ചേസോങ്ങമിതാ. അപ്പോൾ കൂട്ടുകാരോട് എങ്ങനെയാ പറയാ? മിയാനേ മിയാനേ. ആള് നമ്മളടുത്ത് ചേസോങ്ങമിതാ അല്ലെങ്കിൽ മിയാനേ എന്ന് പറയുമ്പോൾ നമുക്ക് ക്വിൻചാനാ അതൊന്നും സാരില്ല, കുഴപ്പമില്ല എന്നുള്ളതിന് യൂസ് ചെയ്യുന്ന എക്സ്പ്രഷനാണ് ക്വിൻചനായോ എന്ന് യൂസ് ചെയ്താൽ അത് കുറച്ച് ഫോർമലാവും. ഞാൻ ജൂൺ അച്ചിം, അച്ചിം എന്ന് പറഞ്ഞാൽ രാവിലെ. ജൂൺ അച്ചിം അപ്പം നല്ല നല്ല സൂപ്പർ, നല്ല രാവിലെ, സുപ്രഭാതം. അതാണ് ജൂൺ അച്ചിം. ജൂൺ അച്ചിമേയോ അങ്ങനെ പറയാം ഫോർമലായിട്ട്. ശുഭനിദ്ര എന്നാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാന്ന് വെച്ചാൽ ചൽജായോ. അപ്പോൾ ഇത് ഫ്രണ്ട്സിനോട് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ യോ എടുത്ത് കളയാം. ചൽജാ ഗിരയോ. അങ്ങനെയാണോ? ഓ അങ്ങനെയാണോ? ആ ഖിരയോ. വ്യത്യാസം മനസ്സിലായില്ലേ? ആ വന്നപ്പോൾ കണ്ടോ അതിന്റെ വ്യത്യാസം? വെറുതെ ഖിരയോ. എന്തോ ഒരു പാലക്കാട് സ്ലാങ് വരുന്നുണ്ട്. ഞാൻ പാലക്കാട്ടുകാരി ആയതുകൊണ്ടായിരിക്കും. പക്ഷെ ഖിരയോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചൊരു ഓക്കെ അത് കൊറിയൻ ആണ് എന്ന് തോന്നുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞ ഐഡിയ ഓക്കെ സൂപ്പർ അടിപൊളി എന്ന് പറയണ ആണ് ചുവായോ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സ്പ്രഷൻ ഇതും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാം. ഖിരയോ ചുവായോ അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോടാവുമ്പോൾ യോ എടുത്ത് മാറ്റി ഖിരേ ചുവാ അങ്ങനെയും പറയാം. എനിക്കത് മനസ്സിലായി എന്ന് പറയുമ്പോൾ മാജായോ മാജായോ. അപ്പം ഈ മാജായോ എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ യോ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ മാജ. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്ന സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഗ്രി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം എങ്ങനെ പറയും? ഫോർ എക്സാമ്പിൾ കേക ചുവായോ, നായകൾ ഇഷ്ടമാണോ? അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് നായകൾ. അപ്പോൾ ഞാൻ എന്ത് പറയും? ആനിയോ ആനിയോ ആനി. നിങ്ങൾ എൻ്റെ കൂടെ കൊറിയൻ പഠിക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പഠിക്കും. സോ നിങ്ങൾ ഇങ്ങനെ പറയാം. അമുദോയോ
ആമുദോയോ ആമുദോ മേ ബി. ഇന്ന് നമ്മൾ ഒരു 20 എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, എന്നെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, share and subscribe. Thank you for watching. 감사합니다. 안녕히 가세요.